എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ടോ? എൻ്റെ കൂടെ ഉള്ളതേ എൻ്റെ സ്വന്തം അമ്മാവനൊന്നും അല്ല കേട്ടോ. പഴയ വീട്ടിലെ കെയർ ടേക്കർ ആയിരുന്നു. ഇപ്പം ഏകദേശം സ്വന്തത്തെക്കാട്ടും മുകളിലിരിക്കുക. അവിടെ തന്നെ പോലെയൊക്കെ കുറേ പെൺപിള്ളേരുണ്ട്, ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ റീസൺ കാരണം പോയിന്നേ. അവർ വരാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. എടോ, താൻ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഹലോ, തന്നോടാ ഞാൻ ചോദിക്കുന്നത്. എന്നോടൊന്നും ചോദിക്കാതിരിക്കാവോ? അതെന്താടോ? എനിക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഹാ, ഞാനെങ്ങനെ സ്ട്രേഞ്ചർ ആവുന്നേ? ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ മൊത്തം തൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. ഇനി ഇയാളുടെ വിശേഷം മൊത്തം ഞാൻ കേൾക്കട്ടെ. പറഞ്ഞ കാര്യം തന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ വീണ്ടും പറയിപ്പിക്കണോ? എന്ത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നേ. അതിൻ്റെ റീസൺ ആണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മോഡേണാ, ഞാൻ അങ്ങനെയല്ല. സോ വാട്ട്? ഞാൻ നിങ്ങളെപ്പോലൊന്നല്ല. ഞാനൊരു സാധാരണ വീട്ടിലെ കുട്ടിയാണ്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഇതെന്തൊരു ക്യാരക്ടറാ. എല്ലാം എൻ്റെ വിധി. എല്ലാവരും മോഡേണാ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? സാപ്പിട് സാപ്പിട്. ചാപ്പിട ചാപ്പിട. നാളെക്കേടൊന്നും വിചാരിക്കണ്ട, നന്നായി സാപ്പിടുക. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു നന്നായിരുന്നു. അയ്യോ, തീർന്നു പോയി. അടുത്ത പ്രാവശ്യം ആവട്ടെ, ഞാൻ ഉണ്ടാക്കി തരാം. പെങ്ങളാ ഭർത്താവിന് എന്തോന്ന് പന്നി? പന്നിയോ? എന്തോന്ന് പണി ജോലി? പണിയോ? ആ, ബേക്കറി ബിസിനസ്സാ. ഒരു 4-5 കടകളുണ്ട്. അപ്പൊ ഡെയിലി നല്ല ജിലേബിയും ലഡുവും കഴിക്കല്ലേ? ഓ, അതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തു. ആണോ? ഇനി അങ്ങനെ മടുക്കുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കഴിച്ച് സഹായിക്കാം. ആയിക്കോട്ടെ. പെങ്ങൾ കഴിച്ചായിരുന്നോ? ഞാൻ കാലം 7 മണിയിൽ കഴിച്ചു. ആ, മോള് വാ, വന്ന് സാപ്പിട്. വേണ്ട ചേച്ചി. അതെന്താ വേണ്ടാത്തേ? വേണ്ട, ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. രാവിലെ കഴിക്കാറില്ലേ? അതെന്താ? അത് ഇത് ചായ ഒരാളാണ്. രാവിലെ നേരം വെളുത്ത് രാത്രിക്ക് ഒരു 100 ചായ എങ്കിലും കുടിക്കും. ഓ, ഇവിടെ 100 ചായ ഒന്നുമില്ല. ഞാൻ ഒരു ചായ ഇട്ടുതരാം. നിങ്ങളെന്താ സീരിയസ് ആയി പോയേ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. നല്ല തമാശ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മോള് വാ, ചായ എടുത്തിട്ട് വരാം. അമ്മാവൻ എന്തിനിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ തമാശ പറഞ്ഞ കേട്ടില്ലേ? അത്ര വരെ തമാശയായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ ഒരു നാണമില്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണതിന് അമ്മാവൻ ഒരു ലേശം ഉളുപ്പുണ്ടോ? ഞാൻ ഒരു ഇത്തുപൂരം പുട്ടല്ലേ മോളെ കഴിച്ചോളൂ, അതിന് നീ ഇങ്ങനെ പറയണതിന്? അമ്മാവാ, ഒരാൾ കഴിക്കണമെന്ന് വന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും വേണ്ട എന്ന് പറയുന്നതാണ് അതിൻ്റെ മാനേഴ്സ്. ഒരാൾ കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പം പോയി കഴിക്കുന്നല്ലേ മോളെ മാനേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് വിഷമാവൂലേ? അമ്മാവനെ അല്ലെങ്കിൽ ഞാൻ പറയണൊന്നും മനസ്സിലാവണില്ലെന്ന് തോന്നുന്നു അല്ലേ? മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ വയറിന് മനസ്സിലായില്ല. വിശക്കണടി. ചെറുക്കൻ രാവിലെ തുടങ്ങാൻ വന്നിട്ടുണ്ട്. ആരുടെ ചെറുക്കൻ? എനിക്കിട്ട് പണിയും പണിഞ്ഞിട്ട് കയറി ഒന്ന് പുട്ടുന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ? നാണമില്ല നിങ്ങൾക്കൊന്നും. കഷ്ടം തന്നെ. ഇച്ചേ സമാധാനമായില്ല ഇപ്പം? അവൻ്റെ വായനും കൂടി കേട്ടല്ല. മോളെ ഞാൻ ഒരു ഇത്തുപൂരം പുട്ടേ കഴിച്ചോളാം, നിനക്കുള്ളത് എത്രയുണ്ട്, നീ കഴിച്ചോ? അമ്മാവ, അവൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താണ്ടിരിക്കും. എന്തിനാടാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഇവിടെ കേട്ടിരുന്ന് പുട്ടെടുത്തോണ്ടിരിക്കുന്നത്. മോളെ ചായ. അതെ, ഞാൻ തന്നെയാ. അതെന്തിനാ? എൻ്റെ ആവശ്യം എന്തോ? എടാ, അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ, അവര് കഴിക്കട്ടെ. ഇതോ? ഇവര് ഗസ്റ്റ് അല്ലേ? ഇത് ഗോസ്റ്റുകളാണ്. ഇവരെ എപ്പോ ഇവിടെ നിന്ന് ഇറക്കി വിടണം? മുടിയാത്. എന്നാ മുടിയാത്? അവരെന്റെ ഗസ്റ്റ് അല്ലേ, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ ഇറങ്ങി പോക്കോ. ഓ, അപ്പടിയാ? അപ്പടിതാ. ശരി. മോളുടെ വിശേഷങ്ങൾ പറ. ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചില ശല്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അതെന്നെ ശല്യം? ഈ ചൊറിയാമ്പുഴുവിന്റെ ശല്യേ ഭയങ്കര ചൊറിച്ചിലാന്നേ ചില ചൊറിയാമ്പുഴുകൾക്ക്.
മാത്രം ഒരു പ്രശ്നം അതൊരു വടി എടുത്തിട്ട് നല്ല തല്ല് തല്ലി കൊടുത്താൽ മതി. ആണല്ലേ? നല്ല അടിയടിയല്ലേ? അപ്പൊ തന്നെ ചത്തോളൂ. എന്റെ പ്ലാൻ അത് തന്നെ. മിക്കാറും വേണ്ടി വരും ഉടനെ തന്നെ. പിന്നെ വർക്കൊക്കെ എങ്ങനെ പോണു? വർക്കൊക്കെ നന്നായി പോണേ ചെയ്ത്. ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ഞാൻ അതിന് പോവാൻ നിൽക്കായിരുന്നു. അതാ ഈ കുളത്തിൽ ഇറങ്ങിയത്. കണ്ടടാ, പെൺകുട്ടികള് ജോലിക്ക് പോണു കണ്ടാ. നീ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നോ? നേരത്തിന് എനിക്കുമില്ല മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് നടക്കുക. ആണക്കേട്. ആൾക്കാർ മുന്നിൽ ഇൻസൾട്ട് ചെയ്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇൻസൾട്ട് ചെയ്ത എന്താ കുഴപ്പം? അത് പെങ്ങളെ, ചില വാഴകൾ ഇങ്ങനെയാണ്, എത്ര വളം ഇട്ടാലും വെള്ളം ഒഴിച്ചാലും കൊലയ്ക്കൂല. കറക്റ്റ്. മതി. വാഴ. അപ്പൊ ഞാൻ ഇറങ്ങണ ചേച്ചി. അമ്മ വാ. വരണ. ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു ചേച്ചി. പെങ്ങളെ, ഓ പുട്ട് പ്രമാദം. അതെന്റെ പുട്ട് കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാന്ന്. എങ്ങനെ പറയാതിരിക്കും, അത്രയ്ക്ക് സൂപ്പർ. താങ്ക്സ്. കഴിച്ചു കഴിഞ്ഞില്ലേ? അനിയെ നോയിക്കൊണ്ടിരിക്കാതെ 2 കുറ്റി എടുത്ത് കയറ്റേ. ഞാൻ കയറ്റിക്കോണം. പെങ്ങളെ വരാം. എപ്പോഴും പാസமான ആൾക്കാർ. ഒരു പാസവും ഇല്ല. അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. അവർക്കാണ് ചേച്ചി വിളിച്ച് ഫുഡ് കൊടുത്തത്. എടാ, അന്നദാനം മഹാദാനം ഉണ്ടാ. അത്രയ്ക്ക് മഹാദാനമാണെങ്കിലേ മേളിൽ കല്ലും ഇല്ലേ, ആ കല്ലിനെ വിളിച്ച് ഫുഡ് കൊടുത്തൂടെ? അവൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളല്ലേ. അത് ആര് കല്ലു? മറ്റേ മുടി വെട്ടിട്ട് കിടക്കുന്ന കൊച്ചി. അവളെയാ? ആ ചാടക്കാരിയാ? അവളെന്റെ പട്ടി പിടിക്കും. ചാടക്കാരി? കല്ലിനെ വളച്ച മാത്രം പോരല്ലോ, ഇവരെ തന്നെ ഒട്ടിക്കാൻ വേണ്ടി. അതിനൊക്കെ മുന്നേ ഈ സാധനങ്ങൾക്കിട്ടൊരു പണി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എടോ, ഞാൻ ഇപ്പൊ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിൽക്കുക. ഒരു വർക്കായിട്ട് നിൽക്കുവാണേ. ഓ ശരി ശരി ശരി. എടോ, ആ ക്യാമറ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചേ. ആർട്ട് പ്രോപ്പർട്ടി അവിടെ നിന്ന് മാറ്റി ആ സ്ഥലത്തേക്ക് വെച്ചോ. ആർട്ട് പ്രോപ്പർട്ടി? എന്തോന്ന് പ്രോപ്പർട്ടി? എന്തോ ഉടായിപ്പ് മണക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ഇവിടെ ഷൂട്ടിന്റെ കാര്യത്തിൽ സംസാരിക്കുമായിരുന്നേ. പിന്നെ ഞാൻ സ്റ്റുഡിയോയിലുണ്ടാവും. താൻ വന്നാ മതി. നമുക്ക് കാണാം, തീർച്ചയായിട്ടും കാണാം. വർക്കിന്റെ ഇടയിലായതുകൊണ്ട് കുറച്ച് ബിസി ആണ്, പക്ഷെ ഞാൻ തനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചേക്കാം. ശരി ശരി, കറക്റ്റ് സമയത്ത് എത്തിയാൽ മതിയേ. അപ്പം ഞാൻ ഫോൺ വെക്കുവാണേ. ശരി 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 ശരി. ദൈവമേ, ആ ഫുള്ള് പൈസയും കൊണ്ട് വരണേ. മിന്നിച്ചേക്കണേ, പൈസ ഇല്ലാത്ത നിവർത്തിയും കൊണ്ടാണേ. ഉടായിപ്പ് തന്നെ. സമാധാനപ്പെടും മോളെ, ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ട്. ഹലോ, ഹലോ. എടാ വെയിറ്റ്, ഒരു കോളില്ല, വെയിറ്റ്. ഓക്കെ, എത്ര മണിക്കൂർ പെർഫോം ചെയ്യേണ്ടി വരും? ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ സെറ്റ് ബ്രോ, സെറ്റാക്കിക്കോ. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു. ടെൽ മീ ബ്രോ. എന്തേ അങ്ങനെ വിളിച്ചൂടെ? അല്ല, എനിക്ക് ഓൾറെഡി ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സിസ്റ്ററിൻ്റെ ആവശ്യമില്ല. അല്ല, എനിക്ക് ബ്രദർ ഇല്ലല്ലോ. അല്ല, അതൊന്നും വെച്ചിട്ട് എന്നെ ബ്രദറാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത്? ഓക്കെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല. അതാ നല്ലത്. ഇത് എവിടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞ? അത് പോണ്ടി വെച്ചിട്ടാടാ. പോണ്ടിയില്ല. എന്നാ പോന്ന്? ഉടനെ തന്നെ ഉണ്ടാവും. ഒറ്റയ്ക്കാന്നോ പോന്ന്? അതെ. എന്തേ? അല്ല, ഒറ്റയ്ക്കാണെങ്കിൽ ഞാനിവിടെ വരാം. എന്തിന്? തനിക്കൊരു കൂട്ടാവുമല്ലോ. എനിക്ക് കൂടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് തന്നെ പോകുന്ന ഇഷ്ടം. അല്ലടെ, എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാനിവിടെ വരാം. താൻ എന്തിനാ തൻ്റെ ടൈം കളയണ വെറുതെ? അല്ല, എനിക്കങ്ങനെ ടൈമിൻ്റെ ആവശ്യമില്ല. കുറച്ച് പരിപാടി ഉണ്ട്. അല്ല, ഈ വേറൊരു കാര്യം പറയണ്ട, അതുകൊണ്ടാണ്. അല്ലടേ, കുറച്ച് പരിപാടി ഉണ്ട് മോള്. ഞാൻ പറയട്ടെ, പറഞ്ഞിട്ട് പോവാന്ന് സമാധാനപ്പെടുക. അത് ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ പേച്ചൊന്നുമില്ലേ? പിന്നെ ഒന്നുമില്ല.
നിന്നെ ചേച്ചി കടിക്കുവോ? എന്നടി சொன்ன എന്നെ പറ്റി എന്നടി சொன்ன? ഒച്ച കുറയ്ക്ക് ചേച്ചി, ഒച്ച എടുക്കല്ല ചേച്ചി. ഞാനും തിരിച്ചു പറയും, അത് കേട്ടാ നിങ്ങ ചമ്മി. എന്നാ പൊണ്ണടാ ഇത്, പൊണ്ണടാ ഇത്. കൊള്ളാല്ലേ, അടിപൊളി. എന്ത് കൊള്ളാന്നേ? എന്താടാ കൊള്ളുന്നേ? റാപ്സോ അവന്റെ ഒരു റാപ്പ് ചേച്ചി കൊണ്ട് പാടാൻ പറ്റുമോ? ഇല്ലല്ലോ. കണ്ടാലും മതി. കുട്ടി ട്രൗസർ ഇട്ട് നടക്കുക, അത് കണ്ടോണ്ട് നിൽക്കാൻ അവനും. അവക്ക് നല്ല കിടിലോട് ചേരും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പോ പോ. ജനിച്ചതാർക്കു വേണ്ടി കറിയില്ലല്ലോ അറിയില്ലല്ലോ, ജീവിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ അറിയില്ലല്ലോ, ജീവിച്ചതാർക്കു വേണ്ടി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? അല്ല, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? മോളായിരുന്നാ? അതാണ് ഞാൻ നോക്കിയത് എവിടെ നീ സൗണ്ട് വരണമെന്ന്. അല്ല മോൾ എന്തോന്ന് ചോദിച്ചേ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? മോളെ ഞാൻ കളിയാക്കില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താണ് ജനിച്ചത് ആർക്ക് വേണ്ടി, ജീവിക്കുന്ന ആർക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നേ? അയ്യോ മോളെ, ഞാൻ പാട്ട് പാടിയതാണ്. ഓഹോ, അപ്പൊ എന്നെ വെച്ച് പാട്ട് ഇറക്കിയ നിങ്ങള്? അയ്യോ ഞാൻ ഇറക്കിയല്ല, ഇത് പണ്ടത്തെ പാട്ടാണ്, പഴയ പാട്ട്, വേറെ ആരോ ഇറക്കിയത്. ആയിക്കോ, എന്താന്ന് വെച്ചാൽ ആയിക്കോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കളിപ്പാട്ടം പോലെയാണല്ലോ. അയ്യോ പൊന്നുമോളെ, ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചുമ്മാ മനസ്സിൽ അറിയാത്ത പോലെ കാര്യം പോലും പറയരുതേ. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഞാൻ തമ്പനീൻ്റെ മോനാ. ഞാനും പാവപ്പെട്ട വീട്ടിലെ കുട്ടി തന്നെ. അതുകൊണ്ടാണ് കിടക്കാൻ ഒരു വീടും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കണത്. പക്ഷെ നിങ്ങളൊരാണല്ലേ, ഞാൻ അതുപോലെ അല്ലല്ലോ. ഇപ്പം ഞാൻ ആണായത് എൻ്റെ കുറ്റമാണോ? അല്ല, മോളുടെ പ്രശ്നം ഇപ്പം എന്താണ്? ഞാൻ നിങ്ങളോടൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങളല്ലേ എന്നെ കാണുമ്പോൾ കളിയാക്കുന്നത്. അയ്യോ എനിക്ക് വയ്യേ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ തലതിരിച്ചാണ് എടുക്കണത്. അപ്പം ഞാൻ തലതിരിഞ്ഞലാണല്ലേ? അയ്യോ ഞാൻ ഇനി ഒന്നും പറയണില്ലേ. കൊച്ചു വിരിക്കാല്ലേ, ഒന്ന് വിരിച്ചിട്ട് വെക്കോ. എൻ്റെ പൊന്നോ, പല ടൈപ്പ് പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരെണ്ണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സമയം ഇത്ര, അയാളിത് എവിടെ പോയി കിടക്കുവാണ്? എന്റെ പൊന്നോ, തോനെ എവിടെ പോയി കിടക്കുവായിരുന്നോ? കൊറേ നേരമായി വന്നിട്ട്. ഇല്ല എടോ, തന്റെ സിനിമാഗ്രഹം കാരണമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാനേ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയോ എനിക്ക്? ഏറ്റവും കൂടുതൽ വേണ്ടത് സൗന്ദര്യം. അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. എന്നാലേ സൗന്ദര്യം അല്ല, പിന്നെ പങ്ക്ച്വാലിറ്റി. ഓ, മനസ്സിലായ? എടോ, ഇത്രയും തിരക്കുള്ള ഞാൻ, എന്തോരം പണിയെടുക്കുന്ന ഞാൻ, എനിക്ക് ഷൂട്ട് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? എനിക്ക് വേണ്ടി പങ്ക്ച്വാലിറ്റി. കണ്ടാ, തന്നെ മീറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ പങ്ക്ച്വാലിറ്റി കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് സംഭവം വേറൊന്നുമല്ല. ATM ഭയങ്കര ക്യൂ ആയിരുന്നേ. പൈസ എടുക്കാൻ കുറച്ച് താമസിച്ചു പോയി. പൈസ മൊത്തം എടുത്താ? ഓ, മേഡം പറഞ്ഞ മൊത്തം കിട്ടിയിട്ടുണ്ട്. മൊത്തം കിട്ടി? വെരി ഗുഡ്. എന്റെ എണ്ണണ്ടല്ലോ അല്ലേ? എന്നെ ഒന്ന് നോക്കണം. എണ്ണണോ? വേണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട. ശരി. പിന്നെ എന്റെ ജീവിതാഭിലാഷമാണ്. അയ്യോ, താൻ ഒട്ടും പേടിക്കണ്ട. തന്റെ ജീവിതാഭിലാഷം, തന്റെ ജീവിതാഭിലാഷം, അന്ത്യാഭിലാഷം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ മാറിപ്പോയത്. ചിലപ്പോഴൊക്കെ തെറ്റുമല്ലോ സഹോദര. അഭിലാഷം ഞാൻ നിറവേറ്റി തരും. പിന്നെ ഈ സിനിമയിലെ നായകൻ ആരായിരിക്കും? നായകൻ ഇപ്പൊ പ്ലാൻ ചെയ്തു വരുന്നത് ഉണ്ണിമൂന്തനൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഉണ്ണിമൂന്തനാ? ആ, എന്നെയാ? എന്റെ മാളികപ്പുറമേ. പിന്നെ അല്ല, തനിക്ക് അഭിനയിക്കാനൊക്കെ ശരിക്കും അറിയാലോ അല്ലേ? ഞാന് പിച്ചക്കാരന്റെ വേഷമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിച്ചക്കാരന്റെ വേഷം? ഏടോ, പിച്ചക്കാരന്റെ വേഷം അവൻ രണ്ട് കറുത്ത വരയും വരച്ച സൈഡിൽ പോയിരുന്നാ പോരെ. അതുപോലെയാണോ അഭിനയം? ഭാവം വരണം. ഞാൻ നല്ലതായിട്ട് ഭാവം ഒന്ന് കാണട്ടെ. മതി മതി. ഇവിടെ താ പുലിയാട്ടോ. ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരുപാട് ഇത് ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വാ. അല്ല, ഇതിപ്പോ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് അകത്ത് കയറി ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ വരട്ടെ? ഏത് ഷൂട്ട്? അല്ല, നിങ്ങള് ഷൂട്ടല്ലേ? എന്റെ ഷൂട്ട്? എടോ, ഇത് ആക്ച്വലി പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ എഴുതി കൊടുക്കണം. കാരണം ഒരുപാട് തലവേദനയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഓൾറെഡി തലവേദനയാണ്, തലവേദന കൂടുതൽ എടുക്കുന്നില്ല. അപ്പൊ താനൊരു കാര്യം ചെയ്യൂ, പോയിട്ട് വരൂ.
അപ്പൊ പെർമിഷൻ ഉള്ള സമയത്ത് വിളിച്ചാൽ മതി. അത് പുറത്തെ ലൊക്കേഷനൊക്കെ നമുക്ക് ഷൂട്ട് എടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് പൈസ തന്നെന്ന് വെച്ച് ഇടക്കിടക്ക് എന്നെ കിടന്ന് വിളിക്കാൻ നിൽക്കരുത്. അല്ല പെങ്ങളെ എനിക്ക് വേഷം തന്നാ മതി, എന്നാ ഞാൻ വിളിക്കത്തേ ഇല്ല. ഉറപ്പല്ല ഞാൻ വേഷം തരും. അപ്പൊ ബൈ. വിളിക്കണേ. ബൈ ബൈ. ബൈ. അയ്യോ പ്രാക്കില്ല അതിൽ, അതാണ് സംഭവം. സൂക്ഷിച്ചൊക്കെ പോ. സൂക്ഷിപ്പോ, ഞാൻ സൂക്ഷിച്ചേ പോവുള്ളൂ, എനിക്ക് വേഷം ചെയ്യാനുള്ളതല്ലേ. അയ്യോ അയ്യോ. ദൈവമേ, പൈസക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നത്. എന്താടോ ബ്ലോക്ക് അടവും. എന്തിനാ താനിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത്? ഈ പരിപാടി നിനക്ക് മാത്രമല്ല എനിക്കും ചെയ്യാൻ അറിയാം കേട്ടാ. മാറി നിന്ന് എനിക്ക് അകത്തേക്ക് പോണം. എന്തോ എങ്ങനെ? അകത്തേക്ക് പോണം. കുറച്ചേരം നിന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി. എന്ത് സംസാരിക്കാൻ? വിളക്കടിച്ച മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇച്ചിയുടെ മുന്നിൽ എന്നെ കള്ളനാക്കി അല്ലേ? അത് കള്ളനാക്കിയതല്ലോ, താൻ അത് അടിച്ചു മാറ്റിയോണ്ട് കൈയോടെ പിടിച്ചങ്ങ് കൊടുത്തതല്ലേ? ആയിക്കോട്ടെ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ കൂടെ മാത്രമല്ല ദൈവം, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലായി. വളച്ചേട്ടാണ്ട് കാര്യം എന്താന്ന് പറയടൂ. പറയാനുള്ള മുളെ കാണിക്കാനുള്ളത്. കാണിക്കാനാ? ആ കാണിച്ചു തരാം. ഞെട്ടിയാ? അയ്യോ ഞെട്ടാറായിട്ടില്ല, ഇനിയും സമയം കൂടെ പോട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഞെട്ടാൻ. ഇനി ഇത് മാത്രമല്ല, ഒരു ന്യൂസും കൂടെ വരാനുണ്ട്, കേൾക്കണ്ടേ? പ്രധാന വാർത്തകൾ വായിക്കുന്നത് പവി. സിനിമയിൽ അഭിനയിപ്പിക്കുകയാണെന്നും പറഞ്ഞ് മോഹവാഗ്ദാനം നൽകി യുവാക്കളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ. ചാരുലത എന്ന കണ്ടാലൊരു കുറവുമില്ലാത്ത എന്നാൽ കുറവുകൾ മാത്രമുള്ള യുവതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ചാരുലത പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് കേൾവി. എടോ മഹാപാപം പറയരുത്, ഞാൻ നിരവധി ആൾക്കാരത്തൊന്നും വാങ്ങിച്ചോളൂ, ആകെ ഒരാളുടെ വാങ്ങിച്ചോളൂ. അയ്യോ മതി, പക്ഷെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. പ്ലീസ് ചതിക്കരുത്, എൻ്റെ അവസ്ഥ കൊണ്ടാണ്. അത് ഞാൻ ആദ്യമായിട്ടോടെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്യുന്നത്. പ്ലീസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. മനസ്സില്ല, കാരണം നീ അത്തരത്തിലൊരു പണിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ഇതും എൻ്റെ അടുത്ത് നീ പ്രതീക്ഷിക്കണം. ഞാൻ കാല് പിടിക്കാം, എൻ്റെ കരിയറിൻ്റെ വിഷയം മാറും. മിണ്ടായി ഒരു കാര്യം ചെയ്യും, നീ ഇത്രയൊക്കെ എൻ്റെ അടുത്ത് കെഞ്ചുമല്ലേ, എനിക്ക് വേണ്ടി നീ ഒരു കാര്യം സാധിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. എന്ത് കാര്യോ? നമ്മുടെ കല്ലുമില്ല, ആ കല്യാണി. എനിക്ക് കുറച്ച് നാളായിട്ട് അവളത്ത് ഭയങ്കര പ്രേമം, ഇഷ്ടം, ലവ്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഈ തോക്കി കയറി വെടിവെക്കറി, ഞാൻ ഒന്ന് പറഞ്ഞു തരട്ട്. എൻ്റെ ഇഷ്ടം അവളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ പുറകെ നടന്നത്, ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. പക്ഷേ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പം നീ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാനും അവളും തമ്മിലുള്ള ഈ പ്രേമം ഒന്ന് സബലീകരിച്ച് തരണം. എന്ത് ബ്രോക്കറായിട്ട് നിൽക്കണമെന്നാണ് ഈ പറയുന്നത്? ബ്രോക്കറാക്കിക്കണം അതെങ്കിൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇത് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്യും, വൈറലാക്കിയില്ല. ഓക്കെ ആണോ? പറ്റുമല്ലോ, അത്രയും പറ. എനിക്കൊന്ന് ചിന്തിക്കണം. നല്ലപോലെ ആലോചിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതെ വീഡിയോ എൻ്റെ കയ്യിൽ പോണ്ട്, വൈറൽ. പണി കിട്ടിയല്ലോ ദൈവമേ, എനിക്ക് എന്തിനാണ് ഈ വിധി?